എന്ന് കാണുമ്പോൾ ഭയങ്കര സന്തോഷത്തിലായിരുന്നു. കാരണം അവള് കാർട്ടൂണിൽ കാണുന്ന ഒരു ഡ്രസ്സാണിത്. ഇതാൾക്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ ഏട്ടൻ മേടിച്ചു കൊടുത്തതാണ്. അപ്പോൾ ഇത് കയ്യിൽ കിട്ടിയതിൻ്റെ സന്തോഷത്തിലായിരുന്നു അവള് മൊത്തത്തില്. അത് കഴിഞ്ഞിട്ട് അവൾ കുറേ നേരം കണ്ണാടിയുടെ മുന്നിൽ തന്നെയായിരുന്നു അവളുടെ സൗന്ദര്യം നോക്കിയിട്ട്. പിന്നെ അവിടെ നിന്ന് നേരെ ഞങ്ങൾ വിളക്ക് കത്തിക്കാൻ പോയി. അപ്പോൾ അവൾ അവിടെ വന്ന് നിന്നിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ വിളക്കെല്ലാം കത്തിച്ച് ഞങ്ങൾ കുറച്ച് നേരം നന്നായി പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ അതിനിടയിൽ എനിക്ക് ഇന്നലെ വന്നൊരു കമൻ്റ് ആയിരുന്നു. ഈ കൈ കൊണ്ടാണോ കുറി തൊടണേ ചോദിച്ചിട്ട്. നിങ്ങൾക്ക് വലത്തെ കൈ എങ്ങനെയാണോ അതേപോലെ തന്നെയാട്ടോ എനിക്ക് ഇടവം കൈ. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുമ്പോഴും എനിക്ക് ഫസ്റ്റ് ഈ ഒരു കൈ തന്നെയാണ് വരിക. പിന്നെ ഞാൻ നേരെ ഏട്ടന് പോയിട്ട് കുറിയൊക്കെ തൊട്ട് കൊടുത്തതിൻ്റെ ശേഷം ഞങ്ങൾ നേരെ അടുക്കളയ്ക്കാണ് പോകുന്നത്. കാരണം ഇന്ന് ഞാൻ അടുക്കളയ്ക്ക് വേണ്ടിയിട്ട് കുറച്ചധികം സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട്. നമ്മളെന്തെങ്കിലും പുതിയതായിട്ട് മേടിച്ചാൽ അതിട്ട് കാണുമ്പോൾ പ്രത്യേക സന്തോഷമുള്ള മെയിനായിട്ട് ഞാൻ മേടിച്ചത് ഒരു ചവിട്ടിയാണ്. കാരണം അടുക്കളയ്ക്ക് ഏത് ചവിട്ടി മേടിച്ചാലും അത് നനഞ്ഞ് കുതിർന്ന് എടുത്ത് കളയലാണ് മെയിൻ പരിപാടി. ഈ ചവിട്ടി എന്തായാലും അടിപൊളി ചവിട്ടിയാണ്. ഇതിൻ്റെ ലിങ്ക് കിട്ടുകയാണെങ്കിൽ ഞാൻ വീഡിയോയുടെ മേളിൽ കൊടുക്കാട്ടെ. പിന്നെ ഞാൻ നേരെ ഫുഡ് ഉണ്ടാക്കാനാണ് പോകുന്നത്. ഫുഡല്ല പായസമാട്ടം. നമ്മളെ ഉണ്ണികൾ സ്കൂളിൽ കൂട്ടുകൊണ്ട് തന്നെ അവർക്ക് ഇഷ്ടമുള്ള സേമിയ പായസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അവർക്ക് എന്ന് വെച്ചാൽ കുണുക്കന് ഏറ്റവും ഇഷ്ടമുള്ള പായസം ആട്ടാം. അവൻ ചെറുപ്പത്തിൽ നൂൽപ്പായസം എന്നാണ് ഇതിനെ പറയുക. അപ്പയ്ക്ക് പാലടയാണ് ഇഷ്ടം. അപ്പയ്ക്ക് പാലട ഉണ്ടാക്കിയില്ല. അവളെ അനിയന് സേമിയ ഇഷ്ടം ഇപ്പൊ ഉണ്ടാക്കി കൊണ്ടുപോകും. നമ്മളെന്തായി എനിക്കാണെങ്കിൽ അങ്ങനെ വല്ല പരാതി കേട്ട് ഞാൻ തീർക്കാതെ ഒരു സമാധാനം ഉണ്ടാവില്ല. അവന് എൻ്റെ പാലടയ്ക്കും കൂടി ഉള്ള പാത്രം ഞാൻ അടുപ്പത്തേറ്റ് വെക്കുന്നുണ്ട്. അതിലേക്ക് പാലൊക്കെ ഒഴിച്ച് പെട്ടെന്ന് തന്നെ അവന് വേണ്ട പാലടയും കൂടി സെറ്റ് ആക്കുന്നുണ്ട് കേട്ടോ. മൊത്തം സന്തോഷം കണ്ടപ്പോൾ എനിക്കൊരു സമാധാനമായി. അങ്ങനെ നമ്മളെ സേമിയ പായസം ആയിട്ടുണ്ട്. ഇനി പാലടയും കൂടി ആയി നമ്മളെ പണി തീർന്നു. പാലട ഒന്ന് കുറുകി വരെ അത്യാവശ്യം ടൈം എടുക്കണോണ്ട് തന്നെ അതും ഞാൻ കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ടി വന്നു. പിന്നെ നമ്മൾ സേമിയ പായസം നമ്മളെ ഉണ്ണികൾക്ക് ഇട്ടിട്ട് പാത്രത്തിലാക്കുന്നുണ്ട്. അപ്പുറത്ത് ചെറിയൊരു പാത്രത്തിൽ പാലടയും കൂടി ആക്കിയിട്ട് അത് രണ്ടും പാക്ക് ചെയ്ത് വെച്ചതിന് ശേഷം ഞാൻ വേഗം പോയി ഡ്രസ്സെല്ലാം മാറിയിട്ടാം. ഇനി നമുക്ക് വീട്ടിലേക്ക് ഒരു കൊണ്ടുകൊടുക്കാം. എനിക്കിതിപ്പോൾ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ നമ്മളെ കുണുക്കമ്മോനെ കൊടുക്കാതെ ഒരു സമാധാനം ഇല്ല. അങ്ങനെ നിങ്ങൾ നേരെ വീട്ടിലേക്ക് എത്തിയപ്പോഴാണെങ്കിലോ അവിടെ അച്ഛനമ്മയും ആരും ഇല്ല. അവരെല്ലാവരും കുന്നോളം പോയിക്കാണ്. പിന്നെ അവർക്ക് വേണ്ടി നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിരുന്നു. അപ്പോൾ ഈ ഒരു പല്ലാസ് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചാണ്. അതിൻ്റെ ലിങ്ക് കിട്ടുകയാണെങ്കിൽ ഞാൻ കൊടുക്കാം. അങ്ങനെ അതാ അവരെത്തിയിട്ടുണ്ട്. അവരെത്തി കഴിഞ്ഞപ്പോൾ നമ്മൾ കാത്തു മൂടി പോയിട്ട് മാമനെ കെട്ടിപ്പിടിക്കാട്ടാ. ഇവർക്ക് എന്ന് കണ്ടാലും ഇങ്ങനെ കെട്ടിപ്പിടുത്തം മെയിനാണ്. പിന്നെ അമ്മ വന്നിട്ട് ഞാൻ എന്താ കൊടുന്നിക്കണേന്നൊക്കെ നോക്കുകയാണ്. അതിൻ്റെ ഇടയിൽ നമ്മൾ കുണുക്കമ്മൻ്റെ സന്തോഷം കണ്ടപ്പോൾ ഉണ്ടല്ലോ എൻ്റെ മനസ്സ് മൊത്തത്തിൽ അങ്ങോട്ട് നിറഞ്ഞു. പിന്നെ ഞാൻ നേരെ പോയത് അടുക്കളയ്ക്കാണ്. ഇന്ന് അമ്മ എന്താ ഉണ്ടാക്കിക്കണേന്ന് നോക്കണ്ടിട്ട്. അപ്പോൾ ഇന്ന് രാവിലെ ഉണ്ടാക്കിയ കൊള്ളി ഉണ്ടായിരുന്നു. അതിലേക്ക് കുറച്ച് മീൻ കറി വെച്ചിട്ട് ഞാനത് കഴിക്കാൻ തുടങ്ങിയിട്ടാണ്. വീടിൻ്റെ അടുത്ത് തന്നെ താമസിക്കുന്നതിൻ്റെ ഗുണം ഇതാണ്. നമ്മൾ അമ്മയുടെ ഫുഡ് ഒരിക്കലും മിസ്സാവില്ല കേട്ടോ. പിന്നെ അത് അമ്മ എൻ്റെ പായസമൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. അതിൻ്റെ അച്ഛന് വായിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ എൻ്റെ കെട്ടിയൻ വന്നിട്ട് എൻ്റെ കൊള്ളി പൊക്കിയിട്ട് പോയിട്ടാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ എടുത്തിരിക്കുള്ളൂ. ബായ്.